ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കല്യാണത്തിന് പോയ വിശേഷമാണ് പറയുന്നത്. എൻ്റെ കൂടെ പഠിച്ചൊരു കൂട്ടുകാരൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കൂടെ പഠിച്ച കൂട്ടുകാരൻ്റെ കല്യാണം വരെ ആയിരുന്നു. കൂടെ പഠിച്ചവരൊക്കെ കിട്ടുന്നു, ഓരോരുത്തർക്ക് ഓരോ സമയമുണ്ടല്ലോ, സമയമാകുമ്പോൾ എല്ലാവരും കിട്ടും. അങ്ങനെ അങ്ങനെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനുമാണ് പോയത്. എല്ലാവരും ഒന്നും വരാൻ പറ്റില്ല, വൈകിട്ടത്തെ പരിപാടി ആയതുകൊണ്ട് ആർക്കും അങ്ങനെ വരാനൊന്നും പറ്റിയൊന്നുമില്ല. പിന്നെ ഒന്നാമത് ക്രിസ്മസിൻ്റെ സമയമായതുകൊണ്ട് എല്ലാ വീടുകളിലും കടകളും ഓരോ സ്ഥലങ്ങളും എല്ലാ സ്ഥലങ്ങളും എവിടെ നോക്കിയാലും നക്ഷത്രങ്ങൾ എല്ലാ ഇതും കൊണ്ട് ഇങ്ങനെ വർണ്ണശലഭങ്ങളാൽ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടന്ന് കാണാൻ ഭയങ്കര രസമാണ്. നമ്മുടെ പ്രകൃതി ഇങ്ങനെ കണ്ടിരിക്കാൻ എല്ലാവരും ക്രിസ്മസിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഓരോ പരിപാടിയായിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഓഡിറ്റോറിയം എത്തി. സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റല്ല, ചൂണ്ടി എന്നാണ്, ചൂണ്ടി ആലുവ ആ ഒരു സൈഡാണെന്ന് തോന്നുന്നു. സെൻറ്റ് പൈസ് പത്താമൻ എന്നാണ്. ഞാൻ ആദ്യം അതെന്താ വായിച്ചെന്നറിയോ, ടെൻത്ത് എന്ന് പറഞ്ഞത്. ഇപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞത് നിനക്കറിയത്തില്ല സെൻറ്റ് പൈസ് എന്ന് പറഞ്ഞിട്ട് പത്താമൻ അങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞു. എനിക്കറിയില്ലായിരുന്നു സത്യമായിട്ടും. അങ്ങനെ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. പിന്നെ ഓഡിറ്റോറിയം ചൂണ്ടിയാണ് സ്ഥലം. ഞങ്ങളങ്ങനെ വന്ന്, കൂട്ടുകാരൻ്റെ പേര് അരവിന്ദാണ്, അവൻ്റെ പത്നിയുടെ പേര് മാനസ. അവർ ഫോട്ടോസൊക്കെ ആയിരുന്നു ഈ കാണുന്നത്, അടിപൊളി ഫോട്ടോസ്. അവൻ ഫോട്ടോഗ്രാഫറാണ്, അവൻ സ്വന്തമായിട്ട് ഇതൊക്കെ ഉണ്ട്, VB എന്ന് പറയും, VB സ്റ്റുഡിയോ. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി പരിപാടിയായിരുന്നു. അധികം ക്രൗഡൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു. അവൻ്റെ ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവൻ്റെ ചെറിയ സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വെൽക്കമൊക്കെ ചെയ്ത് നിങ്ങളെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അവിടെ പാട്ടൊക്കെ ഉണ്ടായി, അടിപൊളിയായിരുന്നു. പാട്ടും കേട്ടു. അങ്ങനെ അവസാനം ഓഡിറ്റോറിയത്തിനകത്ത് അടുത്ത് പള്ളി ഉണ്ടായി, പള്ളിയുടെ ഓഡിറ്റോറിയം ആണല്ലോ. അപ്പം ആ പള്ളിയുടെ അവിടെ എന്തോ ക്രിസ്മസിൻ്റെ പരിപാടി നടക്കുന്നത്. ഞങ്ങൾ അതൊക്കെ കാണാൻ വേണ്ടി പോയിരുന്നു. എല്ലാ സ്ഥലത്തും സ്റ്റാറൊക്കെ ഇട്ട് അവിടെ എന്തോ കരോൾ മത്സരം നടക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ ഞങ്ങൾ കണ്ടു. കഴിഞ്ഞിട്ട് കാണാൻ പോയപ്പോൾ അവിടെ ഒത്തിരി ക്രൗഡായിരുന്നു. പരിപാടിയൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് പോയി ഫോട്ടോ എടുത്തായിരുന്നു. ഫോട്ടോ എടുക്കാൻ പറ്റില്ല, അവിടെ നല്ല തിരക്കായിരുന്നു ഫോട്ടോ എടുക്കുന്ന സ്ഥലത്ത്. അവിടെ ഞങ്ങൾക്ക് സെൽഫി ഒന്നും എടുക്കാൻ പറ്റില്ല. അവൻ്റെ കൂടെ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അത് പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു. അടിപൊളി ഫുഡായിരുന്നു. ചിക്കൻ കറി ഞാൻ ദോശയും കഴിച്ചു. പിന്നെ ഐസ്ക്രീമിൻ്റെ കൂടെ